കരുത്തുറ്റ 47 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി കലാകുവൈറ്റ് അതിൻ്റെ മറ്റൊരു നാഴികക്കല്ലിലേക്ക് കടന്നുപോയ 46 വർഷവും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് കലാകുവൈറ്റ് നടത്തിയ മികവാർന്ന പ്രവർത്തനങ്ങളും അതിന് കുവൈറ്റിലെ പ്രവാസികൾ നൽകിയ അകമഴിഞ്ഞ പിന്തുണയും കരുത്ത് നൽകിയ ഈ സംഘടനയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രചോദനം നൽകുന്നു. അതുകൊണ്ട് തന്നെ പുതുതലമുറയ്ക്ക് സാഹിത്യരംഗത്ത് പുത്തൻ ഉണർവ് നൽകുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നൊരു ആശയവുമായി സംഘടന ഈ വർഷം മുന്നോട്ട് വന്നത്. കുവൈറ്റിൽ ആദ്യമായി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നൊരാശയവുമായി കലാകുവൈറ്റ് മുന്നോട്ട് വരികയും അതിനു മികച്ച പിന്തുണ നൽകുകയും ചെയ്യുന്ന പ്രവാസി സമൂഹത്തെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള സാഹിത്യരംഗത്തും മാധ്യമരംഗത്തും മാറ്റി നിർത്താൻ കഴിയാത്ത പ്രശസ്ത വ്യക്തിത്വങ്ങളുമായാണ് നാം ഇന്ന് സംവദിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും കലാകുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KKLF 2025 സ്വാഗതം ചെയ്യുന്നു. മരുഭൂമിയിൽ ഇനിയും കഥകളേറെയാണ്. ചിലത് മണലുപോലെ ചുട്ടുപൊള്ളിക്കുന്നവ, മറ്റു ചിലത് ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ പോലെയും. ഇനിയും ഒരുപാട് കഥകളും കവിതകളും കണ്ടെത്താൻ പ്രിയപ്പെട്ട എഴുത്തുകാർക്ക് സാധിക്കട്ടെ. മരുഭൂമിയിൽ ഇനി എത്ര കഥകൾ ബാക്കിയുണ്ട് എന്ന സെഷനാണ് ഇവിടെ അവസാനിച്ചത്. അടുത്തതായി ഇന്ദുലേഖ മുതൽ കുർബാൻ വരെ മലയാള നോവൽ നടന്ന വഴി എന്ന സെഷൻ ആരംഭിക്കുകയാണ്. അതിലേക്കായി വേദിയിലേക്ക് പ്രിയപ്പെട്ട ബെന്യാമൻ, ശ്രീ അശോകൻ ചെരുവിൽ, ഹരിത സാവിത്രി എന്നിവർക്കൊപ്പം മോഡറേറ്റർ ശ്രീ സനലിനെയും ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്ദുലേഖ മുതൽ കുർബാൻ വരെ എന്ന മലയാള നോവൽ സാഹിത്യം നടന്ന വഴികളിലൂടെയുള്ള ഒരു ചെറിയ സഞ്ചാരത്തിലേക്ക് ഹാർദവമായി സ്വാഗതം. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. നമ്മുടെ ഡെലിഗേറ്റ്സായി ഇവിടെ പങ്കെടുക്കുന്നവർ ഏത് സെക്ഷനിലാണോ പങ്കെടുക്കുന്നത് ആ സെക്ഷനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ട്. നമുക്ക് വളരെയധികം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, നമുക്ക് ചോദിക്കാനുണ്ട്, ധാരാളമുണ്ട്. പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മുടെ പരിമിതിയും നമ്മുടെ സമയമാണ്. അതുകൊണ്ട് ആ സമയത്തിൻ്റെ ക്ലിപ്തത കൊണ്ട് നമുക്ക് പലപ്പോഴും ഇപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇടപെടേണ്ടി വന്നു. ഇപ്പോൾ അതിഥികളായിട്ട് പോലും ചില സമയത്ത് ഈ സമയം കൊണ്ട് നമുക്ക് ഇടപെടേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് മാത്രം ദയവ് ചെയ്ത് സഹകരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സെക്ഷൻ്റെ പാർട്ടായിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്. ഞാനിപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇന്ന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രശസ്തരായ ഏറ്റവും ഇതായിട്ടുള്ള അതിഥികളെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് കിട്ടിയിരിക്കുന്നത്. മലയാളത്തിലെ പ്രമുഖ നോവലിസ്റ്റുകളായ എല്ലാവരെയും ഞാൻ ഈ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, 3 അതിഥികളെയും ഹാർദവമായി ഈ ഇന്ദുലേഖ മുതൽ കുർബാൻ വരെ എന്ന മലയാള നോവൽ നടന്ന വഴി എന്ന ഈ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഞാൻ അശോകൻ മാഷിലേക്കാണ് പോകുന്നത്. അശോകൻ മാഷ് ഇന്ദുലേഖ മുതൽ കുർബാൻ വരെ മലയാള നോവൽ നടന്നു തീർത്ത വഴികളിൽ വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഈ ഒരു മഹാപ്രയാണമുണ്ട്. അതിനകത്തുള്ള നാഴികക്കല്ലുകൾ എന്ന് നമുക്ക് കണക്കാക്കാവുന്ന അല്ലെങ്കിൽ അങ്ങ് കണക്കാക്കുന്ന പ്രധാന കൃതികളായി കണക്കാക്കുന്നത് ഏതൊക്കെയാണ്? അതിനെക്കുറിച്ചൊരു ചെറിയ വിശദീകരണം നൽകാമോ എന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ഒരു വലിയ സംഗതിയാണ്. ഇന്ദുലേഖ മുതൽ കുർബാൻ വരെ എന്ന് പറയുമ്പോൾ മലയാള നോവൽ മുഴുവൻ വന്നു വിട്ടില്ലേ, അതിനെക്കുറിച്ച് സംഗ്രഹിച്ച് പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹരിതയുടെ കുർബാൻ ഞാൻ വായിച്ചിട്ടില്ല, സീൻ വായിച്ചിട്ടുണ്ട്. കുർബാൻ ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ് അല്ലേ, ഇറങ്ങി ഇപ്പോൾ ബുക്ക് സ്റ്റാളുകളിൽ എത്തിക്കഴിഞ്ഞു. ചില അധ്യായങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷേ അത് വെച്ചിട്ട് അല്ല, അപ്പോൾ ഒരു നോവലിന് വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നോവലിൻ്റെ തുടക്കം ഗംഭീരമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ദുലേഖ എന്ന് പറയുന്ന കൃതി അത് വാസ്തവത്തിൽ വളരെ അത്ര ഗൗരവമായിട്ട് എഴുതിയതല്ല എന്നാണ് അതിൻ്റെ നോവലിസ്റ്റ് പറഞ്ഞതല്ലോ.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ കഥകളൊക്കെ ഒന്ന് വായിക്കാൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത തൻ്റെ സഹധർമ്മിണിക്ക് വേണ്ടി ഒരു ഭർത്താവിൻ്റെ കടമ നിർവഹിക്കാൻ വേണ്ടി ഒരു കഥ മലയാളത്തിൽ എഴുതിയുണ്ടാക്കിയതാണ്, ഇംഗ്ലീഷ് നോവലുകളുടെ മട്ടിൽ. പക്ഷേ അത് വലിയൊരു ചരിത്രത്തിൻ്റെ വഴിത്തിരിവായി മാറി. അത് സാഹിത്യത്തിൻ്റെ വഴിത്തിരിവായി, മലയാള ഭാഷയുടെ വഴിത്തിരിവായി, നോവലിൻ്റെ വഴിത്തിരിവായി എന്ന് മാത്രമല്ല മലയാളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ തന്നെ വഴിത്തിരിവായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അത് ഏൽപ്പിച്ച ആഘാതം, അന്നത്തെ ബ്രാഹ്മണിസ്റ്റ് മേധാവിത്വ വ്യവസ്ഥയ്ക്ക്, ജാതി ജന്മി നാടുവാഴിത്തത്തിന് അത് ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നാണ് ആ അറ്റാക്ക് ഉണ്ടായത്. ജാതി ജന്മി നാടുവാഴിത്തം എന്ന് പറയുമ്പോൾ നമുക്ക് ജാതി ജന്മി നാടുവാഴി പുരുഷ മേധാവിത്വത്തിനെതിരായിട്ടുള്ള ഒരു അറ്റാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തവത്തിൽ അതൊരു പ്രണയമാണ്. സ്ത്രീയുടെ മേൽ, ഇപ്പോൾ മരുമക്കത്തായത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, അത് അവിടെ സ്ത്രീക്ക് ഒരു മേധാവിത്വം ഉണ്ടെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഫലത്തിൽ അങ്ങനെ സംഭവിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ ആചാരപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ, അത് പുരുഷ കേന്ദ്രീകൃതമായിട്ട് അമ്മാവനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അധികാര വ്യവസ്ഥ പുരുഷൻ അവിടെയും സ്ഥാപിച്ച് നിൽക്കുകയാണ് പതിവ്. മാത്രമല്ല അവിടെ പൗരോഹിത്യത്തിന് കടന്നു കയറാവുന്ന ഒരു ജീവിത മേഖലയായിരുന്നു. ദാമ്പത്യത്തിലും പ്രണയത്തിലും ഒക്കെ തന്നെ അവരുടെ ഒരു ആധിപത്യം അവർക്കുണ്ടായിരുന്നു. അതിനെതിരായിട്ടുള്ള വലിയൊരു ചെറുത്തുനിൽപ്പായിട്ട് തുടങ്ങിയ മലയാളത്തിലെ നോവൽ, ഞാൻ വിശദീകരിക്കുന്നില്ല, ആ ഒരു മഹത്തായ പാരമ്പര്യം പിന്നീട് എല്ലാ ഘട്ടത്തിലും അത് പുലർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചത് വേറെ, അതാ വരുന്ന വഴികളിൽ ഒരു പ്രധാനപ്പെട്ട കൃതികൾ ഏതെങ്കിലും, നമ്മുടെ ഓരോ കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും പ്രധാന കൃതികളെ കുറിച്ചൊന്ന്, അല്ലെങ്കിൽ മാഷ് സെലക്ട് ചെയ്യുന്ന ഏതൊക്കെ കൃതികളായിരിക്കും നമ്മൾ മലയാള നോവലിൽ അടയാളപ്പെടുത്തപ്പെട്ടു പോകേണ്ടത് എന്നുള്ള രീതിയിൽ? വാസ്തവത്തിൽ പല ഘട്ടങ്ങളുണ്ട്. അതിപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കണ്ട് ശരിയാവും, എല്ലാം എൻ്റെ ഓർമ്മയിലേക്ക് എത്തണമെന്നില്ല. വാസ്തവത്തിൽ ഇന്ദുലേഖ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോവലിൻ്റെ ഒരു ചരിത്രഗതിയിൽ ഇടപെട്ടിട്ടുള്ളത് പ്രധാനമായിട്ടും തകഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ രണ്ടിടങ്ങഴി ഒരു വഴിത്തിരിവാണെങ്കിൽ അത് ഏറ്റവും അടിസ്ഥാന ജനതയെ, ഇപ്പോൾ നമ്മുടെ ബെന്യാമിൻ്റെ ആടുജീവിതമൊക്കെ കൊണ്ടുവന്നവർ ഒരു പ്രവാസി ജീവിതത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഒരു ജനതയെ കൊണ്ടുവന്ന് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ കേരളീയ അന്തരീക്ഷത്തിൽ തന്നെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ ജീവിതാവസ്ഥയെ കൊണ്ടുവന്ന്. അത് തകഴി അവിടെ കുട്ടനാടൻ കർഷക തൊഴിലാളിയെ കൊണ്ടുവന്നു ഒരു സ്ഥലത്ത്, മറ്റൊരു സ്ഥലത്ത് ആലപ്പുഴ നഗരത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന, ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ ഏറ്റവും, ഇന്ത്യയിൽ ഇപ്പോഴും അത് തുടരുന്നുണ്ടെന്ന് തോന്നുന്നു, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും തോട്ടി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അദ്ദേഹം പല മേഖലയും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കടലിൽ പോയി പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു വഴിത്തിരിവായിരുന്നു. അങ്ങനെ ഒരു ജീവിതത്തെ സാഹിത്യത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവന്നു. മറ്റൊന്ന് വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയ ഒരു നോവലാണ് മറ്റേ തകഴിയുടെ തന്നെ പേര് പെട്ടെന്ന് ഒന്നുമില്ല, മറ്റേ നമ്മുടെ കയറാണോ? കയറൊരു സംഗതിയാണ്. നമ്മുടെ ഉദ്യോഗസ്ഥ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നോവൽ. നമ്മുടെ ബ്യൂറോക്രസിയെ ഏണിപ്പടികൾ പേര് എനിക്ക് ഇപ്പം അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചില വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മയില്ല. ഏണിപ്പടികൾ, അത് വാസ്തവത്തിൽ നമ്മുടെ ബ്യൂറോക്രസിയെ പുനർനിർണയിച്ച ഒരു നോവലാണ്. ഞാനും പിന്നീട് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി ഒക്കെ വന്ന സമയത്ത് നമ്മുടെ ബ്യൂറോക്രസിയെക്കുറിച്ചൊക്കെ, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു, അപ്പോൾ നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പഠനത്തിൻ്റെ അത് നമ്മുടെ ഭരണവ്യവസ്ഥയിലുണ്ടാക്കിയ മാറ്റത്തിൻ്റെയൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ദിശാസൂചന നൽകിയിട്ടുള്ള നോവലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആരംഭിക്കുകയാണ് മലയാള നോവലിൻ്റെ ചൈത്രയാത്ര. ബഷീർ ചെറിയ കൃതികളിലൂടെയാണെങ്കിൽ പോലും ഒരു ജീവിതത്തെ, ഇതുപോലെ തന്നെ സംസ്കാരമെന്ന് പോലും പരിഗണിക്കപ്പെടാത്ത, ജീവിതമെന്ന് പോലും പരിഗണിക്കപ്പെടാത്ത ഒരു ജീവിതത്തെ, സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു.
അങ്ങനെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള നിരവധി കൃതികളുണ്ട്. അതൊക്കെ മുഴുവൻ വിശദീകരിച്ച് പറയുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ആധുനികതയുടെ ഒരു ഘട്ടമാണ്. അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവൽ. അതിനോടനുബന്ധമായി തന്നെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളും അതുപോലെ തന്നെ മറ്റ് കൃതികളുമൊക്കെ തന്നെ. അതിനു മുമ്പ് നമ്മുടെ MTയുടെ ഘട്ടമുണ്ട്. വാസ്തവത്തിൽ ആധുനികതയുടെ ഒരു തുടക്കം പ്രധാനമായിട്ട് അത് കഥകളിലാണ് വന്നത്. പക്ഷേ MTയും ഇപ്പം നേരത്തെ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഉറൂബുണ്ട്, അങ്ങനെ പലരുണ്ട്, ചെറുകാടുണ്ട്, അങ്ങനെയുണ്ട്. ആധുനികരുടെ ഒരു ഘട്ടം. പിന്നെ പ്രധാനമായിട്ട് വരുന്നത് ഈ ബെന്യാമിനും KR മീരയൊക്കെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ പുതിയ കാലഘട്ടം. അപ്പോൾ ഞാൻ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മറ്റൊരു കാര്യം ബെന്യാമിൻ സാറോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ പാശ്ചാത്യ നാടുകളിൽ പൊതുവേ നടന്ന മഹാവിപ്ലവങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ മുന്നേറ്റങ്ങൾ, ഇതിനകത്തെല്ലാം ഒരു ഘടകമായി പ്രവർത്തിച്ചത് നോവലുകളാണെന്ന് പൊതുവേ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമ്മളെ മലയാളികളാക്കിയതും മലയാളികളായി തന്നെ നിലനിർത്തുന്നത്, ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ ഇപ്പോൾ മാഷ് സംസാരിച്ചത്, വേദിയിൽ സംസാരിച്ചതുപോലെ തന്നെ ഈ വായനയും വലിയൊരു വിപ്ലവ പ്രവർത്തനമാണല്ലോ. അപ്പോൾ ഇന്ദുലേഖ മുതൽ കുർബാൻ വരെ നമ്മൾ നടക്കുമ്പോൾ ഇതേമാതിരി നമ്മുടെ സാമൂഹിക നിർമ്മിതിക്ക് ഉപയുക്തമായ നോവലുകൾ ഏതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതെന്നൊന്ന് സൂചിപ്പിച്ചു പോവാം. എല്ലാവർക്കും നമസ്കാരം. നോവൽ എന്ന സാഹിത്യരൂപം ഉണ്ടായ കാലം മുതൽ തന്നെ മറ്റെല്ലാ സാഹിത്യരൂപങ്ങളെക്കാൾ മുകളിൽ ഒരു ചുവട് മുമ്പിൽ അതിന് നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കവിതയ്ക്ക് മുകളിലാണെങ്കിലും നാടകത്തിന് മുകളിലാണെങ്കിലും മറ്റേത് സാഹിത്യരൂപത്തിനും മുകളിൽ അതിന് നടക്കാൻ കഴിയുന്നത് അതിൻ്റെ രൂപത്തിലുള്ള സവിശേഷത കൊണ്ടാണ്. ഏതുതരം സാഹിത്യരൂപത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായി നോവൽ മാറുന്നുണ്ട്. നോവലിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നാടകത്തെ ഉൾപ്പെടുത്താം, നോവലിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കവിതയെ ഉൾപ്പെടുത്താം, നോവലിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തിനേയും ഉൾപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു സാമൂഹികമായ അല്ലെങ്കിൽ സാഹിത്യകരമായ ഒരു വലിയ ഇലാസ്റ്റിസിറ്റി അതിനുണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയായി കാണുന്നുണ്ട്. നോവൽ എല്ലാ കാലത്തും മുന്നോട്ട് വച്ചിട്ടുള്ളത് അതിൻ്റെ ജീവിതത്തെ അതെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റഷ്യൻ വിപ്ലവത്തിന് അടിത്തറ പാകിയത് ടോൾസ്റ്റോയിയുടെ കൃതികളിലുള്ള സാമൂഹിക ജീവിതാവിഷ്കാരങ്ങളാണ് എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന്, സമൂഹത്തിലെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ, വ്യഥകൾ, അവരുടെ ദുരിതങ്ങൾ എന്നിവ നിരന്തരം ആവിഷ്കരിക്കപ്പെടുന്ന, ചേർത്ത് വെക്കപ്പെടുന്ന ഒന്നായി നോവൽ മാറുന്നുണ്ട്. അത് മറ്റൊരു ഘട്ടത്തിൽ വെച്ച് സമൂഹത്തിൻ്റെ കണ്ണാടിയായി മാറുകയും സമൂഹത്തിൻ്റെ പ്രതികരണമായി മാറുകയും അതിലൂടെ ഒരു പക്ഷേ വിപ്ലവം സംഭവിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. രണ്ട്, നടന്നു കഴിഞ്ഞ ഒരു വിപ്ലവത്തിൻ്റെ ഒരു രൂപമെന്ന നിലയിൽ, അതിൻ്റെ ഒരു കണ്ണാടി എന്ന നിലയിലും നമുക്ക് വേണമെങ്കിൽ നോവലുകളെ കാണാം. ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള എല്ലാ ചരിത്ര പുസ്തകങ്ങളും ഇല്ലാതായാലും നിങ്ങൾക്ക് നോവലുകളിലൂടെ മാത്രം സഞ്ചരിച്ച് മനുഷ്യൻ്റെ ചരിത്രം എന്തായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് നോവലുകൾ എല്ലാ കാലത്തും സമൂഹത്തെ നിരന്തരം പ്രതിഫലിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് അങ്ങ് ഇന്ദുലേഖയുടെ കാലം മുതൽ ഇങ്ങ് കുർബാൻ്റെ കാലം വരെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. സമൂഹത്തിൻ്റെ ഒരു കണ്ണാടി, ഒരു പ്രതിഫലനം അതിനകത്തുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അശോകേട്ടൻ സൂചിപ്പിച്ചതുപോലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമാവുന്നത് നമ്മളുടെ വായനയിൽ, നമ്മളുടെ ബോധ്യങ്ങളിൽ അടികൊള്ളുന്ന ചിലത് നമുക്ക് വരുമ്പോഴാണ് നമുക്കിതുവരെ ഇല്ലാത്ത ഒരു കണ്ണു തുറക്കൽ ഉണ്ടാവുന്നത്. സമൂഹം അതുവരെ ശ്രദ്ധിക്കാതിരുന്ന ചില കാര്യങ്ങളിലൂടെ ഒരു നോവലിസ്റ്റ്, ഒരു കഥാകൃത്ത് നമ്മളുടെ മുമ്പിലേക്ക് പുതിയൊരു ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം വെക്കുകയാണ്. അത് നിലനിന്നിരുന്ന ഒന്നാവാം, പക്ഷെ നമ്മളത് കാണാതെ പോയിട്ടുണ്ട്. ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ കഴിവിലൂടെ അത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഇപ്പോൾ തകഴിയുടെ കൃതികളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. എത്രയോ കാലമായി നമ്മുടെ സമൂഹത്തിൽ ഉച്ചനീചിത്വങ്ങളും അസമത്വങ്ങളും അടിമത്തവുമൊക്കെ നിലനിന്നിരുന്നുണ്ട്. പക്ഷെ ഒരു നോവലിസ്റ്റ് അത് പറയുമ്പോൾ പെട്ടെന്ന് അത് സമൂഹത്തിലേക്ക് വരികയും ജനങ്ങളുടെ മുമ്പിൽ അതൊരു ഒരു കൺതുറക്കലായി മാറുകയും
നമ്മൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ബോധ്യങ്ങളുടെ മേലൊരു അടി കിട്ടുകയും ചെയ്യുകയാണ്. ഈ അടിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പിന്നീട് സാമൂഹ്യ പരിവർത്തനങ്ങൾ ഉണ്ടാവുന്നത്. നവോത്ഥാന കാലത്തെ ഏത് കൃതി എടുത്താലും, അത് തകഴിയുടെ ആയാലും കേശവദേവിൻ്റെ ആയാലും ഉറൂബിൻ്റെയൊക്കെ ആയാലും കൃതികളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ തരത്തിൽ സമൂഹത്തിൻ്റെ മേലൊരു കണ്ണു തുറക്കുന്ന തരത്തിലേക്കുള്ള അടികൾ നൽകാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ഇപ്പോൾ എം ഡിയുടെ നാലുകെട്ടെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നാലുകെട്ടുകൾക്കുള്ളിൽ ഉറഞ്ഞു കിടന്നിരുന്ന ആ വ്യവസ്ഥിതി എത്ര മോശമായിരുന്നു എന്ന തരത്തിലേക്ക് എം ഡി ചിത്രീകരിക്കുകയും ഈ നാലുകെട്ട് പൊളിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോകാമെന്ന് ഒരു നോവലിസ്റ്റ് പറയുമ്പോൾ, ഇപ്പം നമുക്ക് നാലുകെട്ട് വായിക്കുമ്പം അതൊരു ഒരു വേറൊരു തരത്തിലാണ് നോക്കുന്നതെങ്കിൽ പോലും നാലുകെട്ട് എഴുതപ്പെടുന്ന കാലത്ത് അതൊരു സമൂഹത്തിന്മേലുള്ള ഒരു വലിയ കൺതുറക്കലായി മാറുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നാടകം വരികയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന വെട്ടിയുടെ ഒരു നാടകം വരുന്നതോടുകൂടി ഒരു വലിയ ശബ്ദം. ഇപ്പം യൂറോപ്പിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഇബ്സൻ്റെ നാടകത്തിൽ ഒരു സ്ത്രീ കതവ് വലിച്ചടച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം സൃഷ്ടിച്ചത് യൂറോപ്പിനെ മുഴുകയാണ് അത് നടുക്കിയത് എന്ന് പറയുന്നുണ്ട്. ഒരു വാതിൽ തുറന്നടയുന്ന ശബ്ദം യൂറോപ്പിനെ നടുക്കിക്കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ നടുക്കുന്ന ചില ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നതാണ് യഥാർത്ഥ കൃതികൾ, അല്ലെങ്കിൽ സാമൂഹിക പരിവർത്തനത്തിന് ഉതകുന്ന കൃതികൾ എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നിശ്ചയമായിട്ട് നമുക്ക് മാധവിക്കുട്ടിയുടെ കൃതികളെ നമുക്ക് അത്തരത്തിൽ കാണേണ്ടതുണ്ട്. ഒരു വിപ്ലവം സൃഷ്ടിക്കുക മാത്രമല്ല എന്ന തരത്തിലല്ല ഞാനതിനെ കാണുന്നത്. പക്ഷേ സ്ത്രീ ജീവിതം എന്തായിരിക്കണമെന്നോ, സ്ത്രീ സ്വാതന്ത്ര്യം എന്തായിരിക്കണമെന്നോ, ദാമ്പത്യ സ്നേഹബന്ധങ്ങൾ എങ്ങനെയായിരിക്കണമെന്നോ എന്ന ഒരു കാഴ്ചപ്പാടിനെ വലിയ തരത്തിൽ മുന്നോട്ട് വെക്കാൻ മാധവിക്കുട്ടിയുടെ കൃതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേ തരത്തിൽ സാഹിത്യ രൂപത്തിന്മേലുള്ള പരീക്ഷണാത്മകമായ രീതിയിൽ പരീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒ വി വിജയൻ്റെ കൃതികളിലേക്ക് വരാം. ഖസാക്കിൻ്റെ ഇതിഹാസം നമ്മൾ കാണുമ്പോഴാണ് ഇതുവരെ എഴുതപ്പെട്ട രീതിയിലല്ലാതെ കൃതികൾ എഴുതാൻ കഴിയുമെന്നും ഇത് എഴുതപ്പെട്ട രീതിയിലല്ലാതെ ജീവിതങ്ങളെ ആവിഷ്കരിക്കാൻ കഴിയുമെന്ന തരത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് ധർമ്മപുരാണം എന്ന് പറയുന്ന കൃതി എഴുതുക. ഇന്നും ഏറെ പ്രസക്തമായ കൃതികളിലൊന്നാണ് ധർമ്മപുരാണം എന്ന് നമുക്കറിയാം. അധികാരം, ഏകാധിപത്യം എന്ന് പറയുന്ന പ്രവണതയെ എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ധർമ്മപുരാണം എന്ന് പറയുന്ന കൃതിയിൽ സൂചിപ്പിക്കുന്നത്. അടിയന്തരാവസ്ഥയെ കൂടി സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃതിയാണ് അത് എല്ലാ കാലത്തും ഏകാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ വിചാരണയായ കൃതി മാറുന്നുണ്ട്. കൊച്ചുബാബയുടെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി ഉണ്ടല്ലോ, പെട്ടെന്ന് കാട്ടുകുതിരയല്ല, നമ്മുടെ വൃത്തസദനം എഴുതുന്ന കാലത്ത് യഥാർത്ഥത്തിൽ കേരളത്തിൽ വൃത്തസദനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര മുൻകാഴ്ചയോടുകൂടിയാണ് അദ്ദേഹം വൃത്തസദനം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാവുകയും അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം സ്വയം ഇഷ്ടപ്രകാരം വൃത്തസദനത്തിലേക്ക് പോകുന്നതാണ്. അദ്ദേഹത്തിന് കൂടി താല്പര്യമുണ്ട്, വീട്ടുകാർക്ക് നിർബന്ധിച്ച് പോകുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിന് കൂടി ഒരു താല്പര്യമുള്ള ഒരു വൃത്തസദനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ എൻ്റെ കൃതി ആയതുകൊണ്ട് പറയല്ല, ആടുജീവിതം എന്ന് പറയുന്ന കൃതി ഇതുവരെയുള്ള ഗൾഫ് ജീവിതത്തിന്മേലുള്ള ഒരു കൺതുറങ്കലായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതുവരെ മലയാളി വിചാരിച്ചിരുന്നത് ഗൾഫ് ജീവിതം എന്ന് പറയുന്നത് വളരെ സുഖകരമായ സന്തോഷപ്രദമായ ഒന്നാണ് എന്നും, നമ്മളൊക്കെ ഇവിടെ വന്ന് വെറുതെ മരം കുലുക്കി കാശുമായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് എന്ന് വിചാരിച്ചെടുത്തതെന്ന് അതങ്ങനെയല്ല. ഗൾഫ് ജീവിതത്തിന് ദുരിതങ്ങളുണ്ട് എന്ന് ഒരു നോവൽ പറയുകയാണ്. കെയ്യൻ പറയുന്ന വളരെ രസകരമായൊരു കാര്യം, മലയാളി അത്രകാലം വിചാരിച്ചിരുന്നത് ഈ ആടുവളർത്തൽ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സാധനമായിട്ടാണ്. അപ്പോൾ അത് രമണനെ പൊളിച്ചെഴുതിയ കൃതിയാണ് എന്ന്. കാനനച്ചോലയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ ഒരു മലയാളി ആടുജീവിതം വായിച്ചതിന് ശേഷം നിൻ്റെ കൂടെ ആട് വായിക്കാൻ ഞാൻ വരട്ടെ എന്ന് ചോദിക്കില്ല എന്ന് പറഞ്ഞ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന ചിന്തകളുള്ള നോവലുകൾ ധാരാളമായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നായി ഞാൻ കാട്ടൂർക്കടനെ കാണുകയാണ്. മനസ്സിലായി, നമുക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് വലിയ ബഹുമാനമുണ്ട്, ആദരവുണ്ട്, നമ്മളതിനെ പിൻപറ്റുന്നവരാണ്, ആശയങ്ങൾ പിൻപറ്റുന്നവരാണ്. പക്ഷേ കാട്ടൂർക്കടവ് മുന്നോട്ട് വെക്കുന്നത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്തെ ജാതി വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് പറയുന്ന വളരെ ഒരു വിമർശനാത്മകമായ ഒരു കൃതിയായി കാട്ടൂർക്കടവ് മാറുന്നുണ്ട്. ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ
വയലാർ അവാർഡ് കിട്ടുന്ന ജൂറിയിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളത് ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാട്ടൂർ കടവ് പാർട്ടിക്കുള്ളിൽ എന്ന് പറയുന്ന നോവൽ എങ്ങനെയാണ് പാർട്ടിക്കുള്ളിലെ ജാതിഘടനയെ ചർച്ച ചെയ്യുന്നത്, സ്ത്രീവാദത്തെ ചർച്ച ചെയ്യുന്നത്, സ്ത്രീ കരുത്തുറ്റ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന ഒരു ചിന്ത ഞങ്ങൾ ഭയങ്കരമായിട്ട് അവിടെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ധാരാളം കൃതികൾ നമുക്ക് മുന്നോട്ട് വരുന്നുണ്ട്. സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനാമുഖം കഴിഞ്ഞ മലയാളിയുടെ 100 വർഷത്തെ ജീവിതത്തിൻ്റെ അതിൻ്റെ മാറ്റത്തെ എത്ര മനോഹരമായ രീതിയിൽ അടരടരായി ഇങ്ങനെ കൊണ്ടുവരികയാണ്. 1900 മുതൽ ഏതാണ്ട് 2036 വരെ 26 വരെയോ ഉള്ള ഒരു വലിയ ജീവിതത്തെ, ഓരോ കാലത്തിലും സംഭവിച്ചിട്ടുള്ള മാറ്റത്തെ വളരെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന മനുഷ്യരാമുഖം എന്ന കൃതി. അത്തരത്തിൽ പലതരത്തിൽ പല കാലഘട്ടത്തിൽ പല നോവലുകളിലൂടെ മലയാളിയുടെ ജീവിതത്തെ, അവൻ്റെ ജീവിത മാറ്റങ്ങളെ, അവൻ്റെ സാമൂഹ്യപരമായ ഇടപെടലുകളെ, അവൻ എങ്ങനെയാണ് ഇവിടെ വരെ വന്നത് എന്ന ഒരു അടയാളപ്പെടുത്തലായി മാറാൻ മലയാള നോവൽ സാഹിത്യശാഖയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മലയാളിയുടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാ ചരിത്ര പുസ്തകങ്ങളും ഇല്ലാതായിപ്പോയാലും മലയാള നോവൽ മാത്രം എടുത്തു പരിശോധിച്ചുകൊണ്ട് എങ്ങനെയാണ് മലയാളി ജീവിച്ചതെന്ന്, മലയാളി അതിജീവിച്ചതെന്ന്, മലയാളി ഇവിടെ വരെ എത്തിയത് എന്ന കൃത്യമായ അടയാളപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അങ്ങേ കണ്ണിയിൽ നിന്നാണ് ഒരുപക്ഷെ നമ്മൾ കുർബാൻ വായിക്കേണ്ടത് എന്ന് കൂടി എനിക്ക് തോന്നുകയാണ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്തത് ഹരിത സാവിത്രിയിലേക്കാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു നോവൽ സാഹിത്യത്തിൻ്റെ ചരിത്രമാണ് പറഞ്ഞു പോയത്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഹെഡിങ്ങിലുള്ള പോലെ തന്നെ കുർബാൻ്റെ സാഹിത്യകാരി തന്നെ ഞങ്ങളുടെ കൂടെ ചേർന്നതിലുള്ള ആ സന്തോഷം വളരെയധികം സൂചിപ്പിക്കുകയാണ്. ശരിക്കും സത്യത്തിൽ ഈ മനുഷ്യൻ്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണല്ലോ എല്ലാ കൃതികളിലെയും ഒരു ആകെത്തുക നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് പൊതുവേ വരാറുള്ളത്. ഇപ്പം നേരത്തെ ബെന്യാമിൻ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് മനുഷ്യൻ എന്ന് നമ്മളോട് പറയുകയാണ് ഓരോ കൃതികളും. അപ്പം അങ്ങനെ മനുഷ്യ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഈ ഇന്ദുലേഖ മുതൽ കുർബാൻ വരെ സഞ്ചരിക്കുമ്പോൾ താങ്കൾ ഏതൊക്കെ കൃതികളെ ആയിരിക്കും മലയാള നോവൽ സാഹിത്യത്തിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് സംസാരിക്കാനായിരിക്കും താല്പര്യപ്പെടുക? അത് ഓണാണ്. ഹലോ, സംസാരിക്കും. ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കാമോ? നമ്മുടെ ഇന്ദുലേഖ മുതൽ കുർബാൻ വരെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യമഹത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ ഏതൊക്കെ നോവലുകളെ കുറിച്ച് സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്? ഏതൊക്കെ നോവലുകളാണ് ആ രീതിയിൽ അടയാളപ്പെടുത്തപ്പെടുന്നത്? എല്ലാ നോവലുകളിലും മനുഷ്യമഹത്വം മാത്രമല്ല, മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ പല സൈഡുകളും അടയാളപ്പെടുത്താറുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. മനുഷ്യമഹത്വത മാത്രം എടുത്തു പറയുന്ന ഒരു നോവൽ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. പൊതുവേ നമ്മുടെ ഇന്ദുലേഖ മുതൽ കുർബാൻ വരെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും താല്പര്യം തോന്നിയ കൃതികളെക്കുറിച്ച്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മുടെ അടയാളപ്പെടുത്തപ്പെട്ട കൃതികളെക്കുറിച്ചൊന്ന് സംസാരിച്ചത്? നമ്മുടെ മനസ്സിൽ ഏറ്റവും, അല്ലെങ്കിൽ ഒരു പേഴ്സണലായിട്ടൊരു ചോയ്സ് എങ്ങനെയായിരിക്കും? ഏതൊക്കെ നോവലുകളെ കുറിച്ച് സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്? തീർച്ചയായിട്ടും കാലത്തിനനുസരിച്ച് മലയാള സാഹിത്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ദുലേഖയുടെ സ്വഭാവത്തിലല്ല മീരയുടെ ആരാച്ചാരും ഘാതകനും ഒക്കെ എഴുതിയിരിക്കുന്നത്. അത് അന്ന് ചർച്ച ചെയ്തിരുന്ന, അതായത് അന്ന് നോവലുകളിൽ സംസാരിച്ചിരുന്ന സമൂഹമല്ല ഇന്നുള്ളത്. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നമ്മുടെ ഒരു വളർച്ചയില്ലേ, മലയാള നോവലിന്റെ ഒരു വളർച്ചയുണ്ട്. ഇപ്പൊ ഇത് തന്നെ നമുക്കൊരു വളർച്ചയുടെ ഇതായിട്ട് തന്നെ കണക്കാക്കാം. ഇന്ദുലേഖയിൽ ഇപ്പൊ നേരെ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ദുലേഖയുടെ ഒരു സാമൂഹിക സാഹചര്യമല്ല ഇന്ന് നിൽക്കുന്നത്. അപ്പൊ നോവലിന് കൃത്യമായിട്ട് നമ്മുടെ മലയാള സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളർച്ചയുടെ കാലഘട്ടങ്ങളുണ്ട്. ആ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും എങ്ങനെയാണത് വളർന്നത് എന്നതിനെ കുറിച്ച് ഏതൊക്കെ നോവലുകളെയാണ് സെലക്ട് ചെയ്ത് അതിൻ്റെ ആ പടിപടിയായിട്ടുള്ള വളർച്ചയിലുള്ള നോവലുകളെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വായിച്ച മലയാള നോവൽ സാഹിത്യത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട നോവലുകളെ കുറിച്ചൊന്ന് സംസാരിച്ചാലും? അത് പറയുന്നതിന് പ്രയാസമില്ല. ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ വായനയിൽ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക്. അന്ന് ഞാൻ തകഴിയുടെ പുസ്തകങ്ങൾ ധാരാളമായി വായിക്കുമായിരുന്നു. പിന്നെ എസ്.കെ. പൊറ്റക്കാട്. പിന്നീട് ആ വായന വളരുകയും ആനന്ദ്, ഒ.വി. വിജയൻ അങ്ങനെ ഉള്ള ആളുകളിലേക്ക് കടക്കുകയും ചെയ്തു. ആ ഒരു
ഇപ്പോഴത്തെ തലമുറ വളരെ സ്ഫോടനാത്മകമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. വളരെ ധൈര്യത്തോടെ രാഷ്ട്രീയവും രതിയും ഒക്കെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ ഒരു വളർച്ച കാണാം. മനുഷ്യ സ്വഭാവം കുറച്ചുകൂടെ ധൈര്യത്തോടെ, മഹത്വമാണെങ്കിലും അതിൻ്റെ വയലൻസ് ആണെങ്കിലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രാകൃതമായ നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ പുറത്ത് കാണിക്കുന്നതിലും പുതിയ തലമുറ കുറച്ചുകൂടെ ധൈര്യം കാണിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഞാൻ ഒന്നുകൂടി ഒരു വ്യക്തിപരമായിട്ട് തന്നെ ചോദിക്കാം. ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ നോവലുകളിലേക്ക് എന്തിനാണ് ഈ നോവലുകൾ ഇങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? എന്തിനാണ് നോവൽ എഴുതാൻ തുടങ്ങിയത് എന്ന ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരവുണ്ട്. ഞാനൊരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്. ഞാൻ യൂറോപ്പിലാണ് താമസിക്കുന്നത്. ഞാൻ പൊളിറ്റിക്സിലൊക്കെ വളരെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ കണ്ട ജീവിതങ്ങളും ഞാൻ കണ്ട അനീതികളും ഞാൻ കണ്ട ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസും എനിക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം മാതൃഭൂമിയിൽ ലേഖനങ്ങളുടെ രൂപത്തിലാണ് അവ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് എത്രമാത്രം സാധാരണ മനുഷ്യരിലേക്ക് എത്തുന്നുണ്ട് എന്നെനിക്ക് സംശയം തോന്നി. അങ്ങനെ എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് നോവൽ. അതുകൊണ്ട് തന്നെ ഞാനത് നോവലിൻ്റെ രൂപത്തിൽ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ജിൻ എഴുതുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയം ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ചോദിച്ചു. ഇവിടെ പൊതുവെ എല്ലാവരും എഴുത്തുകാരാവാൻ താല്പര്യമുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരും. അപ്പോൾ നമ്മുടെ പൊതുവെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഒരു നോവലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സന്ദർഭം, അപ്പോൾ സ്വാഭാവികമായൊരു എഴുത്തുകാരനൊരു സന്ദർഭം അല്ലെങ്കിൽ ഒരു സംഭാഷണം ഇത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാതിരിക്കുകയും എന്നാൽ അത് അതിൻ്റെ സൗന്ദര്യാത്മക ആ നോവലിൻ്റെ പരിപൂർണതയ്ക്ക് ആവശ്യമാവുകയും വന്നാൽ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ്. എന്തായിരിക്കും ഒരു സെലക്ഷൻ ഒരു നോവലിസ്റ്റ് എന്നുള്ള രീതിയിൽ? അശോൻ സാറിന് ഒന്നുകൂടിയും വിശദീകരിച്ച്. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ അല്ലേ കാലഘട്ടം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു സംഭാഷണം ഇന്നത്തെ ഒരു രീതി വെച്ചിട്ട് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാതിരിക്കുകയും എന്നാൽ ഒരു നോവലിൻ്റെ സൗന്ദര്യമാണോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണോ കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇത് രണ്ടും ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടും വേറിട്ടൊരു സംഗതിയല്ല. ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് നമ്മൾ പറയുന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു രൂപവും പ്രത്യേകമായിട്ടുള്ളത് നമുക്കതിന് നിർവചിക്കാൻ കഴിയില്ലല്ലോ. അത് സ്വാഭാവികമായിട്ടും ആ നോവലിൽ വരുന്ന സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കും അത് പ്രതിഫലിക്കുക എന്നുള്ളതാണ്. ആ നോവലുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ അതിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നോവലിൻ്റെ സൗന്ദര്യ അല്ലെങ്കിൽ കലാമൂല്യത്തിൻ്റെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആ ഒരു നിലനിൽപ്പ് തന്നെയാണ് അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അല്ലാതെ ഒരു നോവലിൽ എന്തെങ്കിലും ഒരു ജീവിത പ്രശ്നമോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂവോ വളരെ അപക്വമായിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ആ സോഷ്യൽ ഇഷ്യൂ വളരെ ശരിയായിരിക്കാം, അത് നോവലിൽ വളരെ ഒരു ശരിയല്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ അതിന് അനുയോജ്യമല്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ അസ്ഥാനത്ത് ആണ് അതവിടെ പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ അത് പൊളിറ്റിക്കൽ കറക്റ്റായിട്ടുള്ള സംഗതിയാണെങ്കിൽ പോലും അതിനർത്ഥമില്ല. അത് പരാജയപ്പെടും. അത് നേരെ വിപരീതമായിട്ടുള്ള ഒരു ഗുണത്തിലേക്കാണ് വരിക. അപ്പോൾ നോവലിൻ്റെ ഘടനയുമായി ബന്ധപ്പെടുത്തിയിട്ട് മാത്രമേ നമ്മൾ അതിലേക്ക് കടന്നു വരുന്ന ജീവിത സന്ദർഭങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ കലയ്ക്ക് പൊതുവെ ഒരു ഏത് വിഷയമായാലും അത് എഴുത്തുകാരൻ ഒരുപക്ഷെ അബോധപൂർവം തന്നെ അതിനെ പൊളിറ്റിക്കലായിട്ട് കറക്റ്റ് ആക്കുന്ന ഒരു സംഗതിയുണ്ട്. എഴുത്തുകാരൻ വിചാരിച്ചില്ലെങ്കിൽ തന്നെ അങ്ങനെ സംഭവിക്കും. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. കാരണം ജന്മിത്വത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ സവർണ ബ്രാഹ്മണിസത്തിനൊക്കെ എതിരായിട്ടോ ഉള്ളൊരു നീക്കം നടത്തണമെന്നോ അല്ലെങ്കിൽ അത് രാജ്യത്ത് നടക്കാൻ പോകുന്ന സ്വാതന്ത്ര്യ സമരത്തിനും കർഷക സമരത്തിനും ഒക്കെ തന്നെ പ്രചോദനമായിട്ടുള്ള രീതിയിൽ അധികാര ഘടനയ്ക്ക് നേരെ ഒരു ആഘാതമേൽപ്പിക്കുന്നൊന്നും ചന്തുവനൻ കരുതിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി. അതൊരു വലിയ വഴിത്തിരിവായി. ഇപ്പോൾ നമ്മൾ വളരെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വളരെ കമേഴ്ഷ്യലായിട്ട് എടുത്തൊരു സിനിമയാണല്ലോ നമ്മുടെ എമ്പുരാൻ. എമ്പുരാനിലേക്ക് വരുമ്പോൾ ആ എമ്പുരാൻ്റെ ഇപ്പോൾ പ്രധാനമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്തിനാണ് ഈ എമ്പുരാനെ പൊക്കി പിടിച്ച് നടക്കുന്നത്? അതൊരു കച്ചവട സിനിമയല്ലേ? അതിൽ കലയുണ്ടോ?
എന്നൊക്കെയുള്ളൊരു ചോദ്യമാണ്. അതായത് മറുപടിയായിട്ട് ഇപ്പോൾ സമൂഹത്തിന് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ തന്നെ കലയിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ പണ്ട് മുതലേ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ് അതിൻ്റെ കലാമൂല്യം എന്ത് എന്നുള്ളത്. കാരണം നേരിട്ട് എതിർക്കാൻ പറ്റാത്ത കാരണം അങ്ങനത്തെ അത്തരത്തിലുള്ളൊരു തെറ്റായിട്ടുള്ള ചോദ്യം ഉന്നയിച്ചിട്ടാണ് അത് വരിക. അപ്പോൾ കലാമൂല്യം എന്നൊക്കെ പറയുന്നത് അത് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നതാണ്. ഇപ്പോൾ എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കച്ചവട സിനിമയാണ്, യാതൊരു സംശയമില്ല. പണം മുടക്കി പണം സമ്പാദിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണ്. പക്ഷേ അതിലേക്ക് വേണ്ടി അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ജീവിതം തന്നെ കൊണ്ടുവരണം. കാരണം മനുഷ്യനാണ് ഇത് കാണുന്നത്. മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലാതെ നമുക്കൊരു കലാവിഷ്കാരം നടത്താൻ പറ്റില്ല. മനുഷ്യന് തീരെ അപരിചിതമായ, മനുഷ്യന് തീരെ അവൻ്റെ അനുഭവമായി ഒരു ബന്ധമില്ലാത്ത ഒരു ഇഷ്യൂ കൊണ്ടുവന്നിട്ട് നമുക്ക് കല ആവിഷ്കരിക്കാൻ പറ്റില്ല. കാരണം അത് അവൻ്റെ മനസ്സും എഴുത്തുകാരൻ്റെ സൃഷ്ടിയും തമ്മിലുള്ള ഒരു തരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബന്ധമാണ്. ഒരു ബന്ധത്തിലൂടെയാണ് ഈ വായന അല്ലെങ്കിൽ ആസ്വാദനം നടക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു സംഗതിയുള്ളത്, ഇപ്പോൾ അതൊരു സിനിമയുടെ രണ്ടാം ഭാഗമാണല്ലോ, വേറൊരു വെർഷനാണല്ലോ വരുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഹാക്രൂരനായിട്ടുള്ളൊരു വില്ലനെ വേണം അവർ. അതാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യൻ അങ്ങേയറ്റം വെറുക്കുന്ന ഒരു ക്രൂരനായിട്ടുള്ള ഒരു പ്രതിനായകനെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിലായിരിക്കാം അവർ ഗുജറാത്തിലേക്കും അവിടുത്തെ വംശഹത്യയിലേക്കും പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് അവരതിനെ കണ്ടെടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്തരീക്ഷം ചിത്രീകരിക്കാതെ വയ്യ. ആ അന്തരീക്ഷം ചിത്രീകരിക്കുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് ചെയ്യാതിരിക്കാന്ന് വയ്യ. അപ്പോൾ അതിനോട് സത്യസന്ധത പാലിക്കാതെ വയ്യ. അങ്ങനെയാണ് കലാനിർമ്മാണത്തിൽ അത് വരുന്നത്. ഓക്കെ, ഞാനത് അതേ ചോദ്യം തന്നെയാണ്. കാരണം പൊതുവെ ഇവിടെ എഴുതി തുടങ്ങുന്നവരും ധാരാളമുള്ള ഒരു വേദിയാണിത്. അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മുടെ ഒരു പ്രതിസന്ധിയാണിത്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ച് എഴുതണോ അതോ കൃതിയുടെ സൗന്ദര്യം വേണോ? അപ്പോൾ അതിന് മലയാള സാഹിത്യവും മലയാള വായനയും മലയാള സമൂഹവും നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയിൽ ഒന്നാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സാധനമായിട്ടാണ് ഞാൻ എപ്പോഴും കരുതുന്നത്. നമ്മുടെ സമൂഹം പൊളിറ്റിക്കലി കറക്റ്റ് ആവാത്തിടത്തോളം കാലം മലയാള സാഹിത്യവും പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ പറ്റില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഒരു സാഹിത്യം സമൂഹത്തെ ആവിഷ്കരിക്കുന്നതാണെങ്കിൽ, അതിനെ പ്രതിഫലിക്കുന്നതാണെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലാത്ത കഥാപാത്രങ്ങൾ അതിനകത്തുണ്ടാവും. ഇപ്പോൾ ഒരു കഥാപാത്രം ചെറ്റെ എന്നൊരാളെ വിളിക്കുന്നതെന്ന് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. പക്ഷേ അങ്ങനെ വിളിക്കുന്ന കഥാപാത്രങ്ങൾ സമൂഹത്തിലുണ്ടെങ്കിൽ നമ്മളത് പറയാൻ വേണ്ടി അങ്ങനെ വിളിക്കും. ഇപ്പോൾ ഒരു സ്ത്രീയെ പുലയാടി മോളെ എന്ന് വിളിക്കുന്നത് വലിയ പൊളിറ്റിക്കലി ഇൻകറക്റ്റായ ഒരു കാലത്ത് നാം ജീവിക്കുമ്പോൾ, പക്ഷേ അങ്ങനെ വിളിക്കുന്നവർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ഒരു കഥാപാത്രം അങ്ങനെ വിളിച്ചു എന്ന് വരും. അതുകൊണ്ട് അത് പൊളിറ്റിക്കലി കറക്റ്റ് ആവാതിരിക്കുന്നില്ല. പക്ഷേ ഒരു കൃതിയുടെ സമൂലമായ രൂപമെടുത്ത് പരിശോധിക്കുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന ആശയം പൊളിറ്റിക്കലി കറക്റ്റാണോ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ എന്നുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അവിടെ വെച്ച് അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്, ഇതിനെ നമ്മൾ വിമർശിക്കാമെന്ന്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കഥാസന്ദർഭത്തിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റായി എന്നതുകൊണ്ട് ആ കൃതി വിമർശിക്കപ്പെടേണ്ടതല്ല, അതിനെ വിമർശിക്കാൻ പാടില്ല എന്ന നിലപാടാണ് എനിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കപട രചയിതാക്കളായി മാറും. നമുക്ക് കൃത്യമായി പറയേണ്ടതുണ്ട്, ഈ സമൂഹത്തെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികളും ഓരോ തരത്തിലുള്ള സ്വഭാവത്തിൽപ്പെട്ടവരാണ് എന്ന് പറയേണ്ടത് ഉണ്ട്, അടയാളപ്പെടുത്തേണ്ടതുകൊണ്ട് അത്തരത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലാത്ത കഥാസന്ദർഭങ്ങളെയോ കഥാപാത്രങ്ങളെയോ നമ്മൾക്ക് പറയേണ്ടി വരും. അത് കറക്റ്റാക്കണം. അത് ആ ഒറ്റ ഒരു കഥാസന്ദർഭം കൊണ്ട് ആ കൃതി മൊത്തത്തിൽ മോശമാണ് എന്ന തരത്തിലേക്കുള്ള ചിന്താഗതി വളരുന്നത് യഥാർത്ഥത്തിൽ സാഹിത്യത്തിന് കലയ്ക്ക് ഗുണപ്രദമല്ല എന്ന ചിന്തയാണ് എനിക്കുള്ളത്. ആ ഒരു കാര്യത്തെ നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ പക്ഷെ അങ്ങനെയല്ല. മീശ പോലുള്ള നോവൽ പറയാം, ഏതൊരു കൃതിയെ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് അതിനകത്തെ ചെറിയ ഭാഗങ്ങളെ അടർത്തിയെടുത്തിട്ട്, ഇപ്പോൾ സേതുവിൻ്റെ ഒരു കഥ വന്നു. അതിനകത്ത് ഏതോ ഒരു വിഭാഗത്തിൽപ്പെടുന്ന കരുവാന്മാരോ മറ്റോ പെടുന്ന ഒരു വിഭാഗത്തെ കളിയാക്കുന്ന പറഞ്ഞാൽ ഒരു തമാശ പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ വിഭാഗം ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വ്രണപ്പെടാൻ വേണ്ടിയിരിക്കുന്ന മനുഷ്യ സമൂഹമായിട്ട് മാറിയിരിക്കുക. എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഉടനെ അങ്ങ് വ്രണപ്പെടുക. ജാതിയെ പറഞ്ഞാൽ വ്രണപ്പെടും, മതത്തെ പറഞ്ഞാൽ വ്രണപ്പെടും, രാഷ്ട്രീയത്തെ പറഞ്ഞാൽ വ്രണപ്പെടും. ഇങ്ങനെ വ്രണപ്പെട്ടവരാണ്. ഇപ്പോൾ പണ്ട് അതിപ്പോഴും തുടങ്ങിയതല്ലേ. ഇപ്പോൾ ശ്രീനിവാസൻ്റെ ഒരു സിനിമ വന്നല്ലോ,
പൊന്മട്ടയിടുന്ന തട്ടാൻ എന്ന് പറയുന്ന പേര് കൊടുത്തു എന്ന് പറഞ്ഞ് തട്ടാന്മാരെ കളിയാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പിന്നെ പൊന്മട്ടയിടുന്ന താറാവെന്ന് പേര് മാറ്റേണ്ടി വന്ന ഒരു കാലമുണ്ട്. അവിടുന്നേ തുടങ്ങിയതാണ്. അങ്ങനെ ഈ സേതുവിൻ്റെ കഥയിലും അതാണ് സംഭവിച്ചത്. ഒരാളെക്കുറിച്ച് ഒരു തമാശ പറയുമ്പോൾ ഒരു ജാതിയെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ തമാശ, അദ്ദേഹത്തിന് അത് മാപ്പ് പറയേണ്ടി വന്നു. അത്തരത്തിലുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന പൊതുകാര്യങ്ങളെ നമുക്ക് സാഹിത്യത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കപടരചനകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സത്യസന്ധമായ ആവിഷ്കാരത്തിന് പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലാത്ത പ്രസ്താവനകൾ കൂടി കൃതിക്കുള്ളിൽ ഉണ്ടാവണമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ ഹരിതാബാദിനോട് ചോദിക്കുന്നത്, ഇപ്പോൾ താങ്കളുടെ കൃതികളിൽ ഈ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടി എന്തെങ്കിലും മാറ്റേണ്ടി വന്ന് അങ്ങനെ ഒരു ആലോചന എപ്പോഴെങ്കിലും എഴുതി തുടങ്ങുമ്പോഴോ എഴുത്തു വഴികളിൽ എവിടെയെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ സമൂഹം ഇതിനെതിരെ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ചിന്ത എഴുത്തു വഴികളിൽ എവിടെയെങ്കിലും വരാറുണ്ടോ? ഞാനാദ്യം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു സ്ത്രീയെ അടിക്കുന്നത് നമ്മൾ പണ്ട് കാലത്തെ പുസ്തകങ്ങളിലും സിനിമകളിലും അവസാനം സ്ത്രീയെ ഒരു അടി കൊടുത്ത് അതിനെ വളരെ പോസിറ്റീവായിട്ടായിരുന്നു വായനക്കാരും ഓഡിയൻസും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അത് ശരിയല്ല എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് എഴുത്തുകാരായാലും മറ്റെന്ത് കലാരൂപമാണെങ്കിലും അതിനെ ഗ്ലോറിഫൈ ചെയ്യാതെ പ്രസൻറ്റ് ചെയ്യുക എന്ന ഒരു കർത്തവ്യം ചെയ്യേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലാത്തൊരു സമൂഹമാണ് ബെന്യാമിൻ സർ പറഞ്ഞ പോലെ നമ്മുടെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതേണ്ടി വരും. പക്ഷേ ഇത് ശരിയല്ല എന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ കർത്തവ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അടുത്ത കാര്യം, ഇത് എങ്ങനെ എഴുതും, ഇത് ഓഡിയൻസ് അല്ലെങ്കിൽ എൻ്റെ റീഡേഴ്സ് എങ്ങനെ എടുക്കും എന്ന് തോന്നിയ ചില സന്ദർഭങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സിൻ എന്ന നോവലിൽ എനിക്കൊരു ഗാങ് റേപ്പിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വന്നിരുന്നു. ഒരു ചാപ്റ്റർ മുഴുവൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. നമ്മുടെ സമൂഹത്തിൽ പെർവേർട്ടുകൾ ഒരുപാടുള്ള ഒരു സമൂഹമാണ്. അതായത് ഞാൻ ഏകദേശം ഒരു മാസം എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു എനിക്ക് ആ ചാപ്റ്റർ എഴുതാൻ. ഇത് വായിച്ചിട്ട് ഒരു വൃത്തികെട്ട മനുഷ്യനും മാസ്റ്റർബേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലാദ്യം വന്നത്. അതിൻ്റെ ഭീകരതയാണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെ എഴുതും എന്ന ചിന്ത. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെ. അപ്പോൾ ഇനി നമ്മുടെ ഏകദേശം സമയപരിമിതിയുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി തന്നെ. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ ഡെലിഗേറ്റ്സിലേക്ക്, ഇവർ നമ്മുടെ രജിസ്റ്റർ ചെയ്ത ഡെലിഗേറ്റ്സ് ആണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ചുരുക്കി ചോദ്യങ്ങൾ, നമുക്ക് ഇനി ഏകദേശം 10-15 മിനിറ്റോടെ സെക്ഷൻ അവസാനിപ്പിക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി കഴിഞ്ഞാൽ നമ്മുടെ വോളണ്ടിയേഴ്സ് അവിടെ എത്തുന്നതായിരിക്കും. ഓക്കെ, വളരെ ചുരുക്കി ചോദിക്കണം. അത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. വളരെ ചുരുക്കി ചോദ്യത്തിലേക്ക്. നമസ്കാരം. ചോദിക്കാനുള്ള ചോദ്യം, കുന്തലത, ഇന്ദുലേഖ, പി കുഞ്ഞിരാമൻ്റെ കവിതകൾ, ഇതിലൂടെ മാറുന്ന പ്രണയത്തെക്കുറിച്ച് ഉള്ളതാണ് ഫസ്റ്റ് ചോദ്യം. അത് ചോദിക്കാനുള്ളത് ബെന്യാമിൻ സാറിനോടും അശോകൻ സാറിനോടുമാണ്. രണ്ടാമത്തെ ചോദ്യം, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ ഇപ്പോൾ നമുക്ക് എന്തും പറയാമെന്നുള്ള ഒരു അധികാരം അത് ആരാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് നമ്മൾ തീരുമാനിക്കുന്നത്? ക്ലിയർ ആണ്. ഇനി അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ചോദ്യങ്ങൾ പൊതുവെ ക്രോഡീകരിച്ച് ഉത്തരം പറയാവുന്നതാണ്. അവിടെ അടുത്ത ആൾ. നമസ്കാരം. ഇന്ദുലേഖ മുതൽ കുർബാൻ വരെയുള്ള എന്ന മലയാള നോവൽ നടന്ന വഴി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു കാലഘട്ടത്തിലെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എഴുത്തുകാർ ഉപയോഗിച്ചിരുന്ന ആ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ഇതിനെ പറ്റിയിട്ടുള്ള എതിർപ്പുകളും യോജിപ്പുകളും പ്രത്യേകമായിട്ട് അവർ എടുത്തു പറഞ്ഞിരുന്നു. അപ്പോൾ അവർ വിവക്ഷിച്ചിരുന്നത് ഈ നമ്മുടെ സമൂഹം പുരോഗമിക്കും, ഒരു പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റി ആയിട്ട് വരുന്ന കാലഘട്ടത്തിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ബെന്യാമിൻ സാറിനോടാണ്. നമ്മുടെ സമൂഹം ഒരു പ്രോഗ്രസീവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയായി മാറിക്കഴിഞ്ഞോ?
മാറിക്കഴിഞ്ഞു എന്ന് മലയാളികൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ജാതിപരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ആ ഒരു ഉച്ചനീചത്തിൻ്റെ അവസ്ഥ ഇപ്പോഴും നമ്മൾ ക്ലിയറാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഈ 2-3 ചോദ്യങ്ങൾക്കൊന്ന് ഉത്തരം പറഞ്ഞു. പ്രണയത്തെക്കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞതുപോലെ പാടില്ല പാടില്ല പാടേ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ എന്ന് പറഞ്ഞ അടുത്ത് നിന്ന് നമ്മുടെ പാട്ട് ഡാഡി മമ്മി വീട്ടിലില്ല എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പ്രണയത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രണയം നഷ്ടപ്പെടാൻ കൂടിയുള്ളതാണ് എന്ന ചിന്താഗതിയിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രണയത്തെ കൊന്നൊടുക്കേണ്ടതാണ് എന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ട പ്രണയമാണ് എങ്കിൽ അതിനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയോ കത്തി കൊണ്ട് കുത്തിക്കൊല്ലുകയോ വിഷം കൊടുത്തു കൊല്ലുകയോ ചെയ്യേണ്ടതുണ്ട് എന്ന തരത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ കാലത്തിൻ്റെ പ്രണയാവിഷ്കാരങ്ങളും സ്വാഭാവികമായിട്ടും അത്തരത്തിൽ മാറും എന്ന കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. അത് അങ്ങനെയാണ്. അത് നിരന്തരം നിങ്ങൾ ഓരോ കഥകളും പരിശോധിച്ചാൽ ആ പ്രണയാവിഷ്കാരങ്ങളുടെ വ്യത്യാസങ്ങൾ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും പുതിയ എഴുത്തുകാരിയായ പുണ്യ സിയാറിൻ്റെ ബ്രേക്കപ്പ് പാർട്ടി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അത് ബ്രേക്കപ്പ് ആയതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം പെൺകുട്ടികൾ ചേർന്ന് നടത്തുന്ന ഒരു പാർട്ടിയെക്കുറിച്ചാണ്. ഒരു കാലത്ത് ബ്രേക്കപ്പ് ആയാൽ കരയാനും സങ്കടപ്പെടാനും ദുഃഖിക്കാനും ഒക്കെ ഉള്ളതായിരുന്നുവെങ്കിൽ ബ്രേക്കപ്പിൻ്റെ പിറ്റേന്നത് ഏറ്റവും പുതിയ ഒരു കഥയിലെ ഏറ്റവും പുതിയ തലമുറയിലെ പെൺകുട്ടിയുടെ ആവിഷ്കാരമാണ്. അവരുടെ തലമുറയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് എൻ്റെ കാലത്ത് പ്രണയം നഷ്ടപ്പെട്ടാൽ എനിക്ക് അങ്ങനെ ഒരു ബ്രേക്കപ്പ് പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ പ്രണയത്തിൻ്റെ ആവിഷ്കാരങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ചോദിച്ച ചോദ്യം വളരെ പൊളിറ്റിക്കലി ആൻസർ ചെയ്യപ്പെടേണ്ടതാണ്. ഇന്നലെ ഞാനത് ചെറിയ രീതിയിൽ അതൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സമൂഹം ഒട്ടും പുരോഗമനം പ്രാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വലിയ തോതിൽ പിന്മടക്കം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, ലോകത്തെമ്പാടും ഉണ്ടായിട്ടുള്ള മാറ്റത്തിൻ്റെ തുടർച്ചയാണ് കേരളമെന്ന് പറയുന്നത്. കേരളത്തിന് മാത്രമായ ഒരു ഒറ്റത്തുരുത്തായി നിൽക്കാൻ കഴിയില്ല. ഇന്ത്യ മൊത്തം എങ്ങനെയാണോ അതിൻ്റെ ഒരു തുടർച്ചയാണ് കേരളമെന്ന് പറയുന്നത്. അല്ലാതെ കേരളം ഒരു തുരുത്തായി നിൽക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ പുരോഗമന ചിന്ത, നമ്മുടെ നവോത്ഥാന മൂല്യങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത്, നമ്മളുടെ വായന പാരമ്പര്യം, ഇവ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരു മഴനിഴൽ പ്രദേശം പോലെ നിൽക്കുകയാണ്. ഏത് സമയത്തും അത് പെയ്യാം എന്ന തരത്തിലേക്ക് നിൽക്കുകയാണ്. ഇത് ലോകത്തെപ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ മുമ്പേ പറഞ്ഞത് ഇന്നലെ ഞാൻ പറയാൻ ശ്രമിച്ച മാനവീയതാ പ്രസ്ഥാനങ്ങളുടെ വലിയൊരു തകർച്ച. ഇത് ഞാൻ ഇന്നലെ പറയാതെ പോയൊരു കാര്യമെന്ന് പറയുന്നത് മുതലാളിത്തവും വളരെ കൃത്യമായ അജണ്ടയോടുകൂടി അടിച്ചേൽപ്പിച്ച ഒന്നാണ്. അതായത് അത് തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഈ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ പോകുമ്പോൾ പ്രസംഗിക്കാൻ പറയുന്നൊരു കാര്യമാണ്. അത് തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യത്തെ തകർത്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതായത് അതുവരെയുള്ള സുവിശേഷം എന്ന് പറയുന്നത്, ഇച്ചിരി സുവിശേഷം പറയാം കേട്ടോ, അതുവരെയുള്ള സുവിശേഷം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നുള്ളവൻ ഒന്ന് കൊടുക്കുക എന്നുള്ളതായിരുന്നു. നിൻ്റെ അയൽപക്കക്കാരനെ കൂടി സഹായിക്കുക എന്ന് പറയുന്ന സുവിശേഷത്തിൽ നിന്ന് ആഗോള മുതലാളിത്തം വളരെ കൃത്യമായ അജണ്ടയോടുകൂടി പ്രോസ്പെരിറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരാശയത്തെ മുന്നോട്ട് വെക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എന്തും നേടാൻ വേണ്ടിയുള്ള ഒന്നായി നിങ്ങൾ ദൈവത്തെ ഉപയോഗിക്കണമെന്ന്. അത് ക്രിസ്തുവിനെ മാത്രമല്ല, എല്ലാ മതങ്ങളും ഇപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ ഇവിടെ കാണുന്ന എല്ലാവിധ ചർച്ചകളും നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നിങ്ങളുടെ ദൈവത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതാണ് യുവാൽ നോഹ ഹരാരി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. ഇതിന് മനുഷ്യനെ അതിനെ പ്രേരിപ്പിക്കാൻ വളരെയധികം പ്രയാസപ്പെടുമായിരുന്നു. പക്ഷേ ഈ ആർത്തിയെ പ്രേരിപ്പിച്ചുകൊണ്ട് അത് വളർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ പോകുന്ന ഒരു കാലം. ഈ കാലത്തിലാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾക്ക് ലോകമെമ്പാടും അപജയം സംഭവിക്കുന്നത്. ഇതിൻ്റെ ഒരു വളർച്ചയാണ്. ഇത് രണ്ടും പരസ്പര പൂരകമായി സംഭവിക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ മാനവിക പ്രസ്ഥാനത്തിന് തകർച്ചയുണ്ടാവുന്നതും മനുഷ്യൻ ഈ പിന്മടക്കം നടത്തുകയും ദൈവത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനുഷ്യൻ പിടിച്ചടക്കിയ കാര്യങ്ങളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതുകൊണ്ട് കേരളീയ സമൂഹം എന്തോ പുരോഗമിച്ചു കഴിഞ്ഞു, വളരെ വലുതാണ് എന്ന ചിന്താഗതി ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം പിന്നോട്ട് പോവുകയും കൂടുതൽ ജാതി കൂടാരങ്ങളിലേക്ക്, മതകൂടാരങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇത് ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസത്തിൻ്റെ തുടർച്ച മാത്രമാണ് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. വലിയ രീതിയിൽ പൊളിറ്റിക്കലി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ വളരെ ചുരുക്കി അവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മാഷിനോട് ചേർന്ന് എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ ഈ ചോദ്യം? ഓക്കെ, നമ്മുടെ ഒരു പ്രണയം ഇതില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഏതെങ്കിലും വളരെ പെട്ടെന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ വളരെ പെട്ടെന്ന്. 2 പേരാണ് ഇനി ഉള്ളത്. അവർ 2 പേരുടെ അടുത്തേക്കും കൂടി പോയിട്ട് നമുക്ക് ഈ സമയം കഴിയാറായി ചോദിച്ചോളൂ. ഒരു
പെട്ടെന്നുള്ളൊരു ചോദ്യമാണ്. മലയാള നോവൽ നടന്ന വഴിയിൽ ഇന്ദുലേഖ മുതൽ കുർബാൻ വരെ ഒരു ടേസ്റ്റ് അറിയാനായിട്ട് ന്യൂ ജനറേഷന് അല്ലെങ്കിൽ ഇപ്പോൾ എഴുത്ത് തുടങ്ങിയ ആളുകൾക്ക് വായിക്കാൻ പറ്റിയ അവകാശികളോ കയറോ എന്ന് റെക്കമെൻഡ് ചെയ്യരുത്, ചെറിയ പുസ്തകങ്ങൾ ഒരു 5 എണ്ണം അശോകൻ സാറും ഒരു 5 എണ്ണം ബെന്യാമിൻ സാറും റെക്കമെൻഡ് ചെയ്യാമോ? അത് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാവുന്നതാണ്. വളരെ ബുദ്ധിമുട്ടാണ് 5 എണ്ണം തിരഞ്ഞെടുക്കാനായിട്ട്. ആദ്യം ഇതിലേക്ക് തന്നെ ആവട്ടെ. തുടർന്ന് തകഴിയുടെ ഞാൻ നിർദ്ദേശിക്കുന്നത് ഏണിപ്പടികളാണ്. പിന്നെ 5 എണ്ണമേ അനുവാദിക്കുമെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് സുന്ദരികളും സുന്ദരന്മാരും വിട്ട് കളയാൻ പറ്റില്ലല്ലോ. 5 എണ്ണത്തിലധികം ആവാം അല്ലേ? ഖസാക്കിൻ്റെ ഇതിഹാസം വേണം, ചെറുകാടിൻ്റെ മുത്തശ്ശി വേണം, MTയുടെ നാലുകെട്ട് വേണം. അവിടെ നിന്നിട്ട് പോരുമ്പോൾ മൂന്നൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, പിന്നെ ബാലകൃഷ്ണൻ്റെ ആയുസിൻ്റെ പുസ്തകം, അവിടെ നിന്ന് അങ്ങോട്ട് ബെന്യാമിൻ്റെ ആടുജീവിതം വളരെ പ്രധാനപ്പെട്ടത്. ഇനിയുമുണ്ട് ധാരാളം. ഓക്കെ, അപ്പോൾ മാഷ് കൂടി ആ ലിസ്റ്റ് ഒന്ന് പൂർത്തീകരിച്ചു കൊടുത്താൽ. പറഞ്ഞതുപോലെ 5 പുസ്തകങ്ങളൊന്നും പറയാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ നമ്മൾ കാലഘട്ടത്തെ അറിയാനാണെങ്കിൽ ഇന്ദുലേഖ തന്നെ നിശ്ചയമായിട്ടും വായിച്ചു തുടങ്ങണമെന്നാണ് ഞാൻ കരുതുന്നത്. പറഞ്ഞതുപോലെ തകഴിയുടെയോ കേശവദേവിൻ്റെയോ റൂബിൻ്റെയോ കൃതികളിൽ ഏതെങ്കിലും ഒന്ന് നിശ്ചയമായിട്ടും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പിന്നെ MTയുടെ കഥകൾ നോവൽ വായിക്കുന്നതോടൊപ്പം തന്നെ ഒരു പക്ഷേ ടി പത്മനാഭൻ്റെ ചെറുകഥകൾ കൂടി വായിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. മാധവിക്കുട്ടിയുടെ കഥകൾ നമുക്ക് മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അടുത്ത ഒരു തലമുറ വരുമ്പോഴേക്കും അശോകൻ ചെരുവിലിൻ്റെയും TV കൊച്ചുബാബയുടെയും KP രാമണ്ണയുടെയും P സുരേന്ദ്രൻ്റെയും കഥകളിലൂടെ നിങ്ങൾ പോവേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. പുസ്തകത്തിൻ്റെ പേരിനേക്കാൾ എഴുത്തുകാരുടെ പേരുകൾ പറയുന്നതാവും കുറേ കൂടി എളുപ്പമെന്ന് തോന്നുന്നു. പിന്നീട് OV വിജയ്, അതിന് മുമ്പത്തെ ഇവരുടെ തൊട്ട് മുമ്പലത്തെ തലമുറ പറഞ്ഞാൽ OV വിജയൻ്റെയും M മുകുന്ദൻ്റെയും സക്രിയയുടെയും കഥകളിലൂടെ പോകേണ്ടതുണ്ട്. NS മാധവനെ വായിക്കാതിരിക്കാൻ നിങ്ങൾക്ക് നിർവാഹമില്ല. NS മാധവനെ വായിച്ചില്ല എങ്കിൽ നിങ്ങൾ മലയാള സാഹിത്യം വായിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രമേൽ പ്രസക്തമായി സക്രിയയെ വായിക്കുക എന്ന് പറഞ്ഞാൽ സക്രിയ നോവൽ എഴുതിയിട്ടില്ല, ഇപ്പോൾ അവസാനം ഇംഗ്ലീഷ് നോവൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ. പക്ഷേ സക്രിയ വളരെ പ്രധാനപ്പെട്ട ഒരാളായി മാറുന്നുണ്ട്. കുറേ കൂടെ ആഴത്തിൽ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ വട്ടത്തുപിള്ളയെക്കുറിച്ചോ അല്ലെങ്കിൽ MP നാരായണ പിള്ളയെക്കുറിച്ചോ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വരും. പിന്നെ അടുത്ത ഒരു തലമുറ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സുഭാഷ് ചന്ദ്രനും KR മീരയും ഉണ്ണിയാറും അല്ലെങ്കിൽ സന്തോഷ് എച്ചിക്കാനോ സന്തോഷ് കുമാറും ഉൾപ്പെടുന്ന ഒരു വലിയ തലമുറയുണ്ട്. അതിനിടയ്ക്ക് TD രാമകൃഷ്ണൻ വരുന്നുണ്ട്. അതിനുശേഷം വിനോയ് തോമസിനെയും S ഹരീഷിനെയും ഷീല ടോമിയെയും സോണിയ റഫീഖിനെയും ഒക്കെ വായിക്കേണ്ട പുതിയ കാലത്ത് ഏറ്റവും പുതിയ തലമുറയിൽ പുണ്യ CR, TP അജിത്ത്, അമൽ പാറമേൽ തുടങ്ങിയ എഴുത്തുകാരുടെ രചനകൾ കൂടി വായിക്കണം. ചോദിച്ചു 500 കിട്ടി എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. അപ്പം അതിന് ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അവസാനത്തെ ചോദ്യം ഒന്ന്, ഇവിടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. മൈക്ക് അത് ഒരു പുതിയ മോഡേൺ നോവൽ എഴുതാൻ സോഫ്റ്റ്വെയർ ഒന്നുമല്ല. ഞാൻ വളരെ സ്വാഭാവികമായ വേർഡിൽ തന്നെയാണ് എഴുതുന്നത്. കീമാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്, ഞാനതാണ് വളരെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. കീമാൻ മംഗ്ലീഷാണ്. അവൻ എന്നുള്ളതിന് AVAN അടിച്ചാൽ മതി, മലയാളത്തിൽ ഡയറക്റ്റ് വന്നോളൂ. ഇംഗ്ലീഷ് അല്ല വരുന്നത്, ഇംഗ്ലീഷ് മലയാളം തന്നെ ഡയറക്റ്റ് വേർഡ് ഫോർമാറ്റിലേക്ക് വരും. അത് യൂണിക്കോഡ് ഫോണ്ടാണ് ഉപയോഗിക്കേണ്ടത്. അഞ്ജലി ഓൾഡ് ലിപി എന്ന് പറയുന്ന ഫോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് അറിയാവുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് ചില ഫോണ്ടുകൾ, മലയാളം ഫോണ്ടുകൾ ഉപയോഗിച്ചാൽ നമ്മൾ അതിനുവേണ്ടി പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കേണ്ടത്. ഇതിപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് വളരെ ഈസിയായി, ഞാൻ 2000 മുതൽ തന്നെ ഇതാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് വേറെ സോഫ്റ്റ്വെയർ അല്ല, സാധാരണ വേർഡിൽ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. ഞാൻ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഈ നോവൽ എഴുതിയത്. ഒരു ടാബിലാണ് സാധാരണ എഴുതാറ്, മറ്റേ ലാപ്ടോപ്പ് ഉപയോഗിക്കാറില്ല. ടാബ്ലറ്റിൽ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ചു. പറയാം.
ഞാൻ വേർഡിലാണ് ഉപയോഗിക്കുന്നത്, ഗൂഗിൾ ട്രാൻസ്ലേറ്ററിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയുമാണ്. നമുക്ക് ഇന്ദുലേഖ മുതൽ കുർബാൻ വരെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ദിവസം പോലും മതിയാവാതെ വരും. അതാണ് നമ്മൾ ഈ ക്യാപ്സ്യൂൾ പരുവത്തിൽ 1 മണിക്കൂറിലേക്ക് ഒതുക്കി. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇത് മതിയായില്ല എന്നെനിക്ക് കൃത്യമായിട്ടറിയാം. എങ്കിലും നമ്മൾ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരന്മാർക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ KKLFൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ഒടുവിൽ എൻ്റെ മൗനത്തോളം നിന്റെ മൗനത്തോളം നമ്മളിൽ ബാക്കിയാകുന്നതെന്ത്? മൗനങ്ങൾക്കുമപ്പുറം മരണമെന്നത് നൈമിഷികമെങ്കിലും മൗനങ്ങൾക്ക് 1000 നാവുകളുണ്ടെന്ന് നമ്മെ അനുഭവപ്പെടുത്തുന്ന 75 കവിതകളാണ് മഞ്ജു മൈക്കിളിൻ്റെ മൗനങ്ങൾക്കുമപ്പുറം. ശലഭം പോലെ കനവുകൾ കനലുകളായതുപോലെ ആരവങ്ങളില്ലാതെ ഉന്മാദങ്ങളില്ലാതെ ജീവിതം പറയുന്ന മൗനങ്ങൾക്കുമപ്പുറം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് KKLF വേദി സാക്ഷ്യം വഹിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ബെന്യാമൻ. പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് പ്രിയപ്പെട്ട മഞ്ജു മൈക്കിളിനെയും അതോടൊപ്പം കലയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ TV ഹിക്മത്തിനോടും പ്രസിഡന്റ് മാത്യു ജോസഫിനോടും വേദിയിൽ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.